നട്ടപ്പാതിരയ്ക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് നമ്മൾ ഓരോന്നിനെ പറ്റി ചിന്തിക്കാറില്ലേ? ഇന്ന് നിങ്ങൾ അങ്ങനെ ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊന്നിനും പറ്റിയല്ല എന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ദൈവത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഓക്കെ ബ്രോസ്, വെൽക്കം ബാക്ക് ജി ബ്രോസ്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അതിലൊന്നാണ് കുരങ്ങനിൽ നിന്നും പരിണമിച്ച് മനുഷ്യനുണ്ടായി എന്നത്. മറ്റൊന്ന് ഇങ്ങനെയാണ്, മണ്ണുകൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കിയതിനു ശേഷം ദൈവം മൂക്കിലൂടെ ഊതി ജീവൻ വെപ്പിച്ചു എന്ന്. ഈ രണ്ട് ഉത്തരങ്ങളും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റിലും. എന്നാൽ ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊന്നും കൂടിയുണ്ട്, അതിലും രസകരമായതും ചിന്തിക്കാൻ വകയുള്ളതുമായ ഒന്ന്. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അന്യഗ്രഹ ജീവികളാണ് എന്നതാണ്. എന്താണ് ഇതിൽ ഇത്ര ചിന്തിക്കാനുള്ളത് എന്ന് നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും. അതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന തെളിവുകളും നമ്മുടെ പുരാണങ്ങളും എടുത്തു നോക്കിയാൽ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും കാര്യമില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നാൽ മറ്റൊരു കാര്യം, അന്യഗ്രഹ ജീവികൾ വെറുതെ ഭൂമിയിലേക്ക് വരാനും ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കാനും കുറച്ചു കാലം അവരെ ഭരിക്കാനും അതിനുശേഷം തിരിച്ചു പോകാനും ഈ അന്യഗ്രഹ ജീവികൾക്ക് എന്താ പ്രാന്താണോ എന്ന് നിങ്ങൾ ചിലരെങ്കിലും ചോദിച്ചു കാണും. ആദ്യം അതിനൊരു ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. ഇന്ന് നമ്മൾ മറ്റ് ഗ്രഹങ്ങളെ പറ്റി പഠിക്കുന്നത് എന്തിനാണ്? ചന്ദ്രനിൽ വെള്ളമുണ്ടോ, അതുപോലെ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്നൊക്കെ ശാസ്ത്രലോകം അന്വേഷിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എന്തിനാണെന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഒറ്റുത്തരമേ ഉള്ളൂ. ഒരു കാലത്ത് ഭൂമി നശിച്ചാൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമുള്ള മറ്റേതെങ്കിലും ഗ്രഹങ്ങളുണ്ടോ എന്ന അന്വേഷണമാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും അന്യഗ്രഹ ജീവികൾ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി സന്ദർശിച്ചതും. ഒന്നുകിൽ അവരുടെ ഗ്രഹം വിട്ട് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ താമസമാക്കി, അതല്ലെങ്കിൽ അവരുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒന്ന് ഭൂമിയിലുണ്ടായിരുന്നു, അത് ശേഖരിക്കാനായി ഭൂമിയിലേക്ക് വന്നു. ആദ്യം പറഞ്ഞ കാര്യം, അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ താമസമാക്കി എന്ന കാര്യം, അത് നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അവർക്ക് വേണ്ട എന്തോ ഒന്ന് ഭൂമിയിലുണ്ടായിരുന്നു എന്നതാണ്. അധികം ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അത് കൂടുതലും സ്വർണമാകാനാണ് സാധ്യത. കാരണം ഇന്നും മനുഷ്യന് സ്വർണത്തോടുള്ള ആർത്തി വളരെ വലുതാണ്. ഭൂമിയിൽ ഒരുപാട് ലോഹങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണ് ഈ സ്വർണം. എന്നാൽ സ്വർണത്തിന് പണ്ട് കാലം തൊട്ടേ വലിയൊരു സ്ഥാനമാണ് മനുഷ്യൻ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാവാനാണ് സാധ്യത? ചുരുക്കി പറഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നത് അവരുടെ ഗ്രഹത്തെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് ഒരുപാട് സ്വർണം ആവശ്യമായി വന്നു. അത് ശേഖരിക്കാനായിട്ട് അവർ ഭൂമിയിലെത്തി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയേക്കാൾ ഒരുപക്ഷെ 10 മടങ്ങ് അഡ്വാൻസ്ഡ് ആയിരിക്കും അവരുടെ ടെക്നോളജി. ആ ടെക്നോളജി ഉപയോഗിച്ച് അവർ ഭൂമിയിലെത്തി. ഭൂമിയിലെത്തിയതിനു ശേഷം ഇവർക്ക് സ്വർണം ശേഖരിക്കാൻ കുറച്ച് തൊഴിലാളികളെ ആവശ്യമായി വന്നു. അപ്പോൾ അവർ എന്ത് ചെയ്തു? DNA ക്ലോണിംഗ് വഴി മനുഷ്യനെ സൃഷ്ടിച്ചു. ഭൂമിയിലുള്ള ഒരു ജീവിയെ കണ്ടുപിടിച്ച് അതിൻ്റെ മേലെ DNA ക്ലോണിംഗ് നടത്തി പുതിയൊരു വകഭേദത്തെ ഉണ്ടാക്കിയെടുത്തു. അതാണ് മനുഷ്യർ. മനുഷ്യർക്ക് അന്യഗ്രഹ ജീവികൾ കൊടുത്ത ഒരേ ഒരു ഓർഡർ സ്വർണം ശേഖരിക്കുക മാത്രമായിരുന്നു. അതിനുവേണ്ടി അവർ രാപ്പകൽ കഷ്ടപ്പെട്ട് കാണും. അങ്ങനെ സ്വർണം എന്നത് മനുഷ്യന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോഹമായി മാറുകയും ചെയ്തു. ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ മനുഷ്യന്റെ ദൈവം ആരാണ്? അത് തീർച്ചയായിട്ടും അന്യഗ്രഹ ജീവിയാണ്. നിനക്കെന്താണോ പ്രാന്താണോ എന്ന് നിങ്ങൾ ചിലർ ചിന്തിച്ചു കാണും. ബാക്കിയുള്ളവരും കൂടി അങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയട്ടെ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ നാസ്ക മരുഭൂമിയിൽ വർഷങ്ങൾ പഴക്കമുള്ള ചില ചിത്രങ്ങൾ കണ്ടുപിടിക്കുകയുണ്ടായി. ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ടാവുക കല്ലിൽ കൊത്തിവെച്ച ചിത്രങ്ങളോ അല്ലെങ്കിൽ ചായം കൊണ്ട് ഗുഹകളിൽ വരച്ചു വെച്ച ചിത്രങ്ങളോ ആയിരിക്കും. എന്നാൽ അന്ന് ആ മരുഭൂമിയിൽ കണ്ടുപിടിച്ചത് അത്തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നില്ല. അത് പാറകൾ കൊണ്ട് വരച്ച ചിത്രങ്ങളാണെന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ ചിത്രം മുഴുവനായിട്ട് കാണണമെങ്കിൽ ആകാശത്തിലൂടെ വിമാനത്തിൽ പറക്കേണ്ടി വരും. കാരണം കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ആ ചിത്രം ആകാശത്തു നിന്ന് മാത്രമേ മുഴുവനായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പ്രാചീന കാലത്ത് വരച്ചിട്ടുള്ള ആ ചിത്രങ്ങളെ ജിയോഗ്ലിഫുകൾ എന്നാണ് പറയുന്നത്. ഈ ജിയോഗ്ലിഫുകൾ ആ മരുഭൂമിയിൽ കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുകയാണ്. അത്തരത്തിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇനിയും ആ മരുഭൂമിയിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ ഈ ചിത്രങ്ങൾ എന്തിനാണ് വരച്ചത്? ആരാണ് വരച്ചത്? അത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നേർരേഖ മുതൽ ത്രികോണം മുതൽ ചതുരം മുതൽ പല്ലിയും എട്ടുകാലിയും മീനും പക്ഷിയും മനുഷ്യനും കുരങ്ങനും അങ്ങനെ എല്ലാതും ആ ചിത്രത്തിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ അറിവ് വെച്ച് മര്യാദയ്ക്ക് ഒരു ചക്രം പോലും കണ്ടുപിടിക്കാത്ത ആ കാലത്ത് ആരാണ് ആകാശത്തിലൂടെ പറന്നിട്ടുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ചിത്രങ്ങൾ ഭൂമിയിൽ വരച്ചിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ടി വരും, പറന്നു വരുന്ന ആർക്കോ സ്ഥലം മനസ്സിലാകാൻ വേണ്ടി വരച്ചിട്ട ചിത്രങ്ങളാണത്. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അവിടുത്തെ മരുഭൂമിയിൽ നിന്ന്
ഇപ്പോഴത്തെ മനുഷ്യനോട് സാമ്യമുള്ള എന്നാൽ തലയോട്ടി വളരെ നീണ്ടതുമായ ചില തലയോടുകൾ കണ്ടുപിടിക്കുകയുണ്ടായി. അത് പരിശോധനയിൽ മനുഷ്യൻ്റെതാണെന്ന് തെളിഞ്ഞു. അവർ പല മാർഗങ്ങൾ ഉപയോഗിച്ച് അവരുടെ തലയോട്ടിയുടെ നീളം വർദ്ധിപ്പിക്കാറുണ്ട് അത്രേ. കൂടുതലും ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ രാജകുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. അതെന്തിനാണ് അവരിങ്ങനെ വിചിത്രമായ ചില കാര്യങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറയും, അവർ അവരുടെ ദൈവത്തെ അനുകരിക്കുകയായിരുന്നു. അതായത് അവരുടെ ദൈവം നീണ്ട തലയുള്ള ഒരു ജീവിയായിരുന്നു. ലോകത്ത് പലയിടത്തു നിന്ന് കണ്ടുപിടിച്ച ചിത്രങ്ങളിൽ അത്തരത്തിൽ നീണ്ട തലയുള്ളതും മനുഷ്യന്റെ രൂപത്തിനോട് സാമ്യമുള്ളതും ഒന്നേ ഉള്ളൂ: അന്യഗ്രഹ ജീവികൾ. പിന്നെ നമ്മുടെ ഭൂമിയിൽ പലയിടത്തുനിന്ന് കണ്ണോടിച്ചാൽ എല്ലാ ഭാഗത്തും അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള വിവരങ്ങൾ കാണാം. പക്ഷെ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരേ രീതിയിലാണ് കാണപ്പെടുന്നത്. അന്യഗ്രഹ ജീവികളുടെ വാഹനം, പറക്കും തളികകളും അതുപോലെ തന്നെ അന്യഗ്രഹ ജീവികളുടെ രൂപവും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഏകദേശം ഒരുപോലെയാണ് കാണപ്പെടുന്നത്. അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വരച്ചിട്ട ചിത്രങ്ങളും അതുപോലെ തന്നെ ഈജിപ്തിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളും പലതും ഒരേപോലെ ഇരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗത്തുള്ള അന്യഗ്രഹ ജീവികളെ പറ്റി പറയുന്ന പല ചുമർ ചിത്രങ്ങളും പല കൽവെട്ടുകളും ഏകദേശം രൂപത്തിൽ ഒരേമാതിരിയാണ്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകം ഒന്നാകെ ചുറ്റി നടന്ന് അത്തരത്തിലുള്ള ചിത്രങ്ങളും കൽവെട്ടുകളും കൊത്തിവെച്ചെന്ന് വേണം പറയാം. അതല്ലെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ ഇത്തരത്തിലുള്ള എന്തോ ഒന്നിനെ കണ്ട് അതിനെ കല്ലിൽ കൊത്തിവെച്ചും എന്നും പറയാം. ഇതിൽ സാധ്യത രണ്ടാമത് പറഞ്ഞതാണ്. ഈ അന്യഗ്രഹ ജീവികൾ അവർക്കിടയിൽ അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം വേണമെങ്കിൽ. നിങ്ങൾക്ക് ഇത്രയും കേട്ട് ബോറടിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഈ അന്യഗ്രഹ ജീവികളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും. കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പറയാൻ ഞാനും തയ്യാറാ. ആദ്യം നമുക്ക് നമ്മുടെ ദൈവസങ്കല്പങ്ങളെ പറ്റി ചെറുതായിട്ടൊന്ന് കേൾക്കാം. പിന്നെ ദൈവവിശ്വാസികളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അനുസരിച്ചിട്ട് അന്യഗ്രഹ ജീവികളാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ മറ്റെല്ലാ ജീവികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവം എല്ലാം സൃഷ്ടിച്ചതിനു ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നവർ വിശ്വസിക്കാനും തുടങ്ങി. അതുപോലെ തന്നെ ദൈവം എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സ്വർഗത്തിൽ. സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഭൂമിയിലല്ല, അത് മറ്റെവിടെയോ ആണ്. അതായത് ആകാശത്ത് മറ്റെവിടെയോ ആണ്. അതിനർത്ഥം മറ്റേതോ ഗ്രഹത്തിലാണെന്നല്ലേ. ഒരുപക്ഷെ ആ ഗ്രഹത്തിൽ നിന്നായിരിക്കണം അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നത്. അതായത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്ന് മനുഷ്യന്മാരോട് അവരുടെ ഗ്രഹത്തിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ഇവർ സ്വർഗമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക. മാത്രമല്ല, അവർ പറയുന്നത് പോലെ ജീവിച്ചാൽ അന്നുണ്ടായിരുന്ന മനുഷ്യരെയും അവരുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാം എന്നൊരു വാഗ്ദാനവും അന്ന് ഇവർ കൊടുത്തു കാണണം. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് വേണ്ടതെടുത്ത് ഭൂമിയിൽ നിന്ന് അവർ തിരികെ പോയിട്ടും മനുഷ്യൻ ഇന്നും അവരുടെ ഗ്രഹത്തിൽ എത്തിപ്പെടാമെന്ന വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ ദൈവങ്ങളുമായിട്ടുള്ള ഒരു താരതമ്യം അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഹിന്ദു ദൈവ വിശ്വാസപ്രകാരം 3 പേരാണ് മെയിൻ ആയിട്ടുള്ളത്: വിഷ്ണു, ബ്രഹ്മ, ശിവൻ, ത്രിമൂർത്തികൾ. ഇവരെ പറ്റി ആദ്യം ചെറുതായിട്ടൊന്ന് കേൾക്കാം. ഇതിൽ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണു ഇതെല്ലാം പരിപാലിക്കുന്ന ഒരാളാണ്. എന്നാൽ ശിവൻ സംഹാരമൂർത്തിയാണ്. ഇനി ഈ 3 ദൈവങ്ങളെയും നമുക്ക് അന്യഗ്രഹ ജീവികളുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ശിവനെ പറ്റി പറയുന്നത് ശിവന് 7 അടിയോളം ഉയരമുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല, ശിവന്റെ ഒരു പ്രത്യേകത, ശിവന്റെ നെറ്റിയിൽ 3-മതൊരു കണ്ണുകൂടിയുണ്ട്. ആ കണ്ണു തുറന്നാൽ മുമ്പിലുള്ളതെല്ലാം ഭസ്മമായി പോകുമെന്നാണ് പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ശിവന് മറ്റൊരു പേരുണ്ട്, കോസ്മിക് ഡാൻസർ. ഈ കോസ്മിക് രശ്മികളെ പറ്റി നിങ്ങൾക്ക് അറിയുമായിരിക്കും. ശൂന്യാകാശത്തു നിന്ന് വരുന്ന വൈദ്യുത കാന്തിക തരംഗങ്ങളെയാണ് കോസ്മിക് റൈസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്ഭവം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അതുപോലെ തന്നെയാണ് ശിവന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി തൃക്കണ്ണുള്ള ശിവൻ ഒരു അന്യഗ്രഹജീവി ആയിക്കൂടെ? ഇനി തൃക്കണ്ണുള്ള ശിവൻ ഒരു ഏലിയൻ ആയിക്കൂടെ? അതായത് നെറ്റിയിൽ ശക്തമായ ഒരു ലേസർ ആയുധം ഘടിപ്പിച്ച ഒരു ഏലിയൻ. ഇന്ന് പല രാജ്യങ്ങളുടെ കയ്യിലും ശക്തമായ ലേസർ ആയുധങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു ആയുധമായിക്കൂടെ ശിവന്റെ തൃക്കണ്ണ് എന്നവർ പറഞ്ഞത്? ആ തൃക്കണ്ണ് തുറന്നാൽ മുന്നിലുള്ള എല്ലാം ഭസ്മമായി പോകുമെന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നിൽ കണ്ട എല്ലാത്തിനെയും ഈ ലേസർ രശ്മി കൊണ്ട് നശിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിരിക്കണം. ഇനി ത്രിമൂർത്തികളിൽ അടുത്തതായിട്ട് വരുന്നത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണു താമസിക്കുന്നത് പാലാഴിയിലാണെന്നാണ് പറയുന്നത്. ഈ പാലാഴിയായിട്ട് അവർ സങ്കല്പിച്ചത് ഒരുപക്ഷെ ഈ പ്രപഞ്ചത്തിനെ തന്നെ ആയിരിക്കും. പ്രപഞ്ചനാഥനായിട്ടാണ് മഹാവിഷ്ണുവിനെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മഹാവിഷ്ണുവിന്റെ പ്രധാന ആയുധമാണ് സുദർശന ചക്രം. സുദർശന ചക്രം എയ്തുവിട്ടാൽ അത് എതിരാളിയുടെ പിന്നാലെ പോയി എതിരാളിയെ നശിപ്പിച്ചതിനു ശേഷം വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ എത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കുമ്പോൾ ഇന്ന്
പല രാജ്യങ്ങളുടെ കയ്യിലും ഇത്തരത്തിലുള്ള ഒരുപാട് മിസൈലുകളുണ്ട്. തൊടുത്തു വിട്ടതിനു ശേഷം വീണ്ടും തിരിച്ചെത്തുന്ന പല മിസൈലുകളും പല രാജ്യങ്ങളുടെ കയ്യിലുമുണ്ട്. അടുത്തതായിട്ട് ബ്രഹ്മാവിനെ പറ്റി പറയുമ്പോൾ ബ്രഹ്മാവിന് 4 തലയാണുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ആയുധവും ബ്രഹ്മാവിന്റെ കയ്യിലുണ്ട്, ബ്രഹ്മാസ്ത്രം. ബ്രഹ്മാസ്ത്രത്തെ പറ്റിയിട്ട് പുരാണങ്ങളിൽ പറയുന്നത് അത് 8 തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചാൽ അവിടെയുള്ളത് ഒന്നാകെ ആവിയായി പോകുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ആ പ്രദേശത്ത് പിന്നെ ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കില്ല എന്നും പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ലോകരാജ്യങ്ങളുടെ പലരുടെയും കയ്യിൽ അത്തരത്തിലൊരു ആയുധമുണ്ട്, ആറ്റം ബോംബ്. ആറ്റം ബോംബ് മനുഷ്യനെയും സകലത്തിനെയും ആവിയാക്കി മാറ്റും. മാത്രമല്ല ആ പ്രദേശം കാലങ്ങളോളം ഉപയോഗശൂന്യമായി കിടക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇന്ന് നാം കാണുന്ന മരുഭൂമികളെല്ലാം ഇത്തരത്തിലുള്ള ആയുധം ഉപയോഗിച്ച് മരുഭൂമികളായി മാറിയതായിരിക്കാം. ഇങ്ങനെയൊക്കെ പറയാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള പുരാണങ്ങളിലെല്ലാം ഇത്രയും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജിയെ പറ്റി പറയണമെങ്കിൽ ഒന്നുകിൽ അവരത് നേരിട്ട് കണ്ടിരിക്കണം, അതല്ലെങ്കിൽ അവരുടെ സങ്കല്പമായിരിക്കും. അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ വാഹനമായിട്ട് പറയുന്നത് ഗരുഡനെയാണ്. പാലാഴിയിൽ വസിക്കുന്ന മഹാവിഷ്ണു ഭൂമിയിലേക്ക് വരണമെങ്കിൽ അത്ര ഉയരത്തുനിന്ന് താഴേക്ക് വരണം. അന്ന് അത്തരത്തിലുള്ള ഏലിയൻസ് വന്നിരുന്നത് പറക്കും തളികളിലായിരിക്കും. എന്നാൽ മനുഷ്യന്റെ ചിന്തയിൽ ഏറ്റവും ഉയരത്ത് പറക്കുന്ന ജീവി അത് ഗരുഡനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗരുഡനായിരിക്കും അത്ര ഉയരത്തു നിന്ന് ആ ഏലിയനെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇങ്ങനെയായിരിക്കും മനുഷ്യൻ ചിന്തിക്കുക. കാരണം അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് അന്ന് മനുഷ്യന് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ഥിതി വ്യത്യസ്തമല്ല. കന്യാമറിയം വിവാഹത്തിന് മുൻപ് ദിവ്യഗർഭം ധരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മാത്രമല്ല യേശു ജനിക്കുന്ന സമയത്ത് ഇടയരെ ഒരു നക്ഷത്രം വഴി കാണിച്ചു എന്നും പറയുന്നുണ്ട്. ഇത് മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഏലിയൻസ് അന്യഗ്രഹ ജീവികൾ മനുഷ്യരെ അതിനുശേഷം മനുഷ്യനിൽ അവരുടെ പുതിയ തലമുറകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുണ്ടായി. നമ്മൾ ഇന്ന് ടെസ്റ്റ് ട്യൂബ് ശിശു ഒക്കെ ചെയ്യുന്നത് പോലെ അത്തരത്തിലുള്ള ഒരു ഗർഭത്തെ ആയിരിക്കാം ചിലപ്പോൾ ദിവ്യഗർഭം എന്ന് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവുക. മാത്രമല്ല അന്ന് ഇടയന്മാർക്ക് വഴി കാണിച്ച ആ നക്ഷത്രം അതൊരു പക്ഷേ ഒരു UFO അല്ലെങ്കിൽ ഒരു പറക്കും തളിക ആയിക്കൂടെ. പിന്നെ ഇസ്ലാം മതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരുടെ വിശ്വാസപ്രകാരം ഭൂമിയിൽ അവരിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം അത് താൽക്കാലികമായ ജീവിതമാണ്. അവരുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് അത് പരലോകത്ത് വെച്ചിട്ടാണ്. അതായത് ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അവർക്ക് പരലോകത്ത് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത്. ഈ ഒരു വിശ്വാസം കൂടുതലായിട്ട് കൊണ്ടു നടക്കുന്നത് ഇസ്ലാം മതത്തിലാണ്. അതും നമുക്ക് മറ്റൊരു കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വന്നതിനു ശേഷം അവർ പറയുന്ന രീതിയിൽ ജീവിച്ചാൽ മനുഷ്യരെയും അവരുടെ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാം എന്ന വാഗ്ദാനം ഒരുപക്ഷെ അവർ നൽകിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം മനുഷ്യർ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കാൻ തുടങ്ങിയതും. ഇതെല്ലാം ഇങ്ങനെയാണ് എന്ന് തെളിയിക്കാനുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇത് ഇങ്ങനെയല്ല എന്ന് പറയാനുള്ള തെളിവും നമ്മുടെ ആരുടെ കയ്യിലില്ല. ഇങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ചിലർക്കെങ്കിലും ഒരു സംശയം ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും, എന്താണ് 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ഒരിക്കലും വരാതിരുന്നത് എന്ന്. അതിന് എനിക്ക് തോന്നുന്ന 2 ഉത്തരം ഞാൻ പറഞ്ഞു വയ്ക്കാം. അതിലൊന്ന്, ഭൂമിയിൽ നിന്ന് ശേഖരിച്ച എല്ലാ വസ്തുക്കളും അവരുടെ ഗ്രഹത്തിൽ എത്തിക്കാണില്ല. പകുതിക്ക് വെച്ച് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് അവരെല്ലാം നശിച്ചു പോയിരിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ ഗ്രഹത്തെ രക്ഷിക്കാൻ പറ്റാതെ ആ ഗ്രഹവും നശിച്ചു പോയിരിക്കാം. അതല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉപയോഗിച്ച് അവരവരുടെ ഗ്രഹത്തെ രക്ഷിച്ചെടുത്തിരിക്കാം. ഇനി ഏതെങ്കിലും കാലത്ത് ഭൂമിയും അവരുടെ ഗ്രഹവും അടുത്തു വരുന്ന സമയത്ത് അവർ ഭൂമിയിലേക്ക് തിരിച്ചു വന്നേക്കാം. ഒരുപക്ഷെ അന്ന് നമ്മളെല്ലാവരും അവരുടെ അടിമകളായി ജീവിക്കേണ്ടി വന്നേക്കാം. ഇതെല്ലാം ഉറങ്ങാതെ കിടക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റിയ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ കണ്ണടച്ച് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും എൻ്റെ ആലോചന ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് വല്ല ഉത്തരവും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനലിൽ ക്രൈം സ്റ്റോറികളും ഹൊറർ സ്റ്റോറികളും പിന്നെ ഇതുപോലെയുള്ള മറ്റനവധി വീഡിയോകളും ചെയ്തു വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ചാനലിൽ ഒന്ന് കയറി അതൊക്കെ പരിശോധിച്ച് നോക്കാവുന്നതുമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.